ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെ രണ്ടാം ദിവസവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ കരണത്തടിക്കും, ചിലപ്പോൾ ചീത്ത വിളിച്ച് മാനസികമായി തളർത്തും, ട്രെയിനുകളെ ഉപയോഗിച്ച് അടിമച്ചന്തയിലെ പോലെ പന്തയം നടത്തും. ഓരോരുത്തരും പറയുന്നത് മനസ്സ് മരവിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. പരാതി പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. ഇതിനിടെ ആരോപണം നേരിടുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും ലഭിച്ചിട്ടുണ്ട്. ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിക്കും, കരണത്തടിക്കും, നിലത്തിട്ട് ചവിട്ടും, ചിലപ്പോൾ കാൽക്കുലേറ്റർ വലിച്ച് മുഖത്തേക്കും ശരീരത്തിലേക്കും എറിയും. സീനിയർ മാനേജർമാരാണ് എല്ലാം ചെയ്യുന്നതെന്ന് ഇടുക്കി സ്വദേശിയായ യുവാവ് പറയുന്നു. നമുക്കൊരു ടാർഗറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, 2000 രൂപ 3000 രൂപ. ആ ടാർഗറ്റ് നമ്മൾ തികയ്ക്കാതെയാണ് വൈകുന്നേരം നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കയറി വരുന്നതെങ്കിൽ, മാർക്കറ്റിംഗ് സ്ഥാപനത്തിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക, കർണക്കുറ്റിക്ക് അടിക്കുക, അതുപോലെ തന്നെ നിലത്തിട്ട് ചവിട്ടുക. അതുപോലെ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാൽക്കുലേറ്ററിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടാർഗറ്റ് ആയിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കാൽക്കുലേറ്റർ വലിച്ചാണ് നമ്മുടെ മുഖത്തേക്കും ദേഹത്തേക്കും ഒക്കെ എറിയുന്നത്. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പ്രധാനമായും ആരോപണങ്ങൾ. തട്ടിപ്പിനിരയായ ഇടുക്കി സ്വദേശിയെ സ്ഥാപന ഉടമ ജോയ് ജോസഫ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. നീ എന്റെ അടുത്തുനിന്ന് ഒരു വർഷം നീ ശമ്പളം മേടിച്ച് നീ എനിക്കെതിരെ നീ ഈ വക ന്യൂസുകള് കള്ളത്തില് ന്യൂസുകൾ ഉണ്ടാക്കണം, നീ ജന്മത്ത് നന്നാവൂല്. അതിന് പറയാനിരിക്കാണ്. നീന്നല്ല, നിന്റെ വീട്ടുകാരും. ഞാൻ ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല. മേടിച്ച ശമ്പളത്തിനുണ്ടല്ലോ, നീണ്ടല്ലോ, നിന്റെ വീട്ടുകാരും നീ നശിച്ച് നാറാണക്കെട്ട് പറയപ്പെടാ. നേരിട്ട മാനസിക പീഡനത്തെക്കുറിച്ചാണ് കോഴിക്കോട് മുക്കം സ്വദേശി അഭിജിത്ത് പറഞ്ഞത്. കോമ്പറ്റീഷൻ എന്ന പേരിലാണ് ഈ പീഡനങ്ങൾ അത്രയും. കൂടുതൽ വിൽപ്പന നടത്തിയ ആൾ ടാർഗറ്റ് എത്താത്ത ആളെ ചീത്ത വിളിക്കും, മാനസികമായി തളർത്തും. കൂടുതൽ ചെയ്തു വന്ന ആള് കുറഞ്ഞ ചെയ്തു വന്ന ആളെ ചീത്ത പറയുന്നത്, മാനസികപരമായിട്ട് തളർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഈ സർക്കിളിൽ നിന്നിട്ട് ഇത് ചെയ്യുക. അതിനുശേഷം ഈ പണിഷ്മെന്റ്സ് കൊടുക്കും. ഈ കൂടുതൽ ചെയ്തു വന്ന ആൾ കുറഞ്ഞ് ചെയ്തു വന്ന ആൾക്ക് പണിഷ്മെന്റ്സ് കൊടുക്കും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുന്നത്, ഇപ്പോൾ ഇന്ന് ഈ പണിഷ്മെന്റ് കിട്ടിയ ആൾ, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഈ അപമാനം സഹിക്കേണ്ടി വന്ന ആൾ, നാളെ ഇതിൽ കൂടുതൽ ചെയ്തു വന്നെങ്കിൽ മാത്രമേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ മുമ്പിൽ ഒരു 10-20 പേരുണ്ടെങ്കിൽ ഇവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ അപമാനം ഉണ്ടാകുന്നത്. ഇവിടെ തീരുന്നില്ല കൊടിയ ക്രൂരതകൾ. ട്രെയിനുകളെ ഉപയോഗിച്ച് മാനേജർമാർ പന്തയം നടത്തും. 1000 മുതൽ 2000 രൂപ വരെയാണ് സമ്മാനം. തോറ്റുപോയാൽ ഏൽക്കുന്നത് കൊടും പീഡനങ്ങൾ. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കോഴിക്കോട് സ്വദേശിക്കുണ്ടായ മനസ്സ് മരവിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെ. ഒരുപാട് ഇത് നമുക്ക് അനുഭവിച്ചെന്ന് തന്നെ പറയാം. മെയിൽ മുഖേനയാണ് മാനേജേഴ്സ് എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പൈസക്ക് ഏകദേശം 1000-2000 രൂപക്ക് ഇങ്ങനെ കൈങ്ങനെ മുട്ടിപ്പിച്ചിട്ട് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, പൈസക്ക് വരെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അടിക്കന്നെ ചെയ്യുള്ളൂ. അടി എന്ന് പറഞ്ഞാൽ മായില്ലാത്ത അടി. ഞാനല്ലോ ഒരു അമ്മൽ നടന്നത്തിന് അടിക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാലില്ലേ കണ്ണെന്ന് വെള്ളം വന്നത്, കണ്ണെന്ന് വെച്ചാൽ കണ്ണെന്ന് വെള്ളം വന്നത്. അങ്ങനെ ഇന്നലെയാണ് ടാർഗറ്റ് തികയ്ക്കാത്തതിന്റെ പേരിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളിൽ ജീവനക്കാർ നേരിടുന്ന കൊടും പീഡനങ്ങളുടെ ദൃശ്യങ്ങളടക്കം ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ഇതിനിടെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചു. HPL-ഉം മറ്റ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. അന്വേഷണം നടത്തുമെന്ന് കമ്മീഷണർ അറിയിച്ചു. കൊച്ചി, കോഴിക്കോട് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.